ഗോവിന്ദമാദിപുരുഷം അഹം ഭജാമി. അഖില ഭാരത ശ്രീമദ് ഭാഗവത ദശാവതാര മഹാസത്രം പെരുമ്പാവൂർ മുടക്കുഴ തൃക്കയിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്ത് നടക്കുകയാണ്. ഫെബ്രുവരി 1-ാം തീയതി 2 ആളുകളെ ആദരിക്കുന്ന ചടങ്ങുണ്ട്. ഒന്ന് പരമപൂജനീയനായ റാവൽജിയാണ്. ബദരിനാഥത്തിൽ നിന്ന് അദ്ദേഹം വരുന്നു. അദ്ദേഹത്തെ നമസ്കരിക്കുന്നതിലൂടെ, അദ്ദേഹത്തിൻ്റെ പാദപൂജ ചെയ്യുന്നതിലൂടെ, അദ്ദേഹത്തെ പൂജിക്കുന്നതിലൂടെ, ആദരിക്കുന്നതിലൂടെ നമ്മൾ സുഹൃതികളായിട്ട് മാറുകയാണ്. പിന്നൊന്ന് സിനിമയിലൂടെ ആളുകളുടെ മനസ്സ് കവർന്നതായ ദേവനന്ദ. മാളികപ്പുറം സിനിമയിലൂടെ ആളുകളുടെ മുഴുവൻ മനസ്സ് കവർന്ന ഒരു കൊച്ചു പെൺകുട്ടി. ആ കുട്ടിയും ഇന്നത്തെ ഈ ദിവസം ഇവിടെ വരുന്നുണ്ട്. ഭാഗവത സത്രത്തില് കാവൽക്കാരുടെ കാലിടറി എന്നൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കണം. തീർത്ഥത്തിൻ്റെ മുമ്പിൽ നിന്നാലും ചിലപ്പോൾ ചിലർ മഹാഭാവികളായിട്ട് മാറും. ഭഗവാന്റെ മുമ്പിൽ നിന്നാലും ചിലർക്ക് കാലിടറും. അതിൻ്റെ കഥയാണ് ഇതിൽ പറയുക. കൂടാതെ കപിലോപദേശം, സാക്ഷാൽ ഭഗവാന്റെ തന്നെ അവതാരമാണ് കപില മഹർഷി. ആഹൂതിയുടെ കഥ, സ്വന്തം അമ്മയ്ക്ക് വേണ്ട ഉപദേശങ്ങളൊക്കെ കപിലൻ കൊടുക്കുന്നതായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഇന്നത്തെ കഥയിലാണ് വരിക. ഈശ്വര വിസ്മൃതിയെക്കുറിച്ച് പറയുന്നുണ്ട്. ധ്രുവന്റെ കഥ പറയുന്നു. മോക്ഷത്തിന് എന്താണ് ഹേതു, ഇതൊക്കെ ഇന്നത്തെ ദിവസമാണ് വരിക. ഈ ദിവസമാണ് വരണമെന്നർത്ഥം. ധ്രുവകുമാരൻ കൊച്ചുകുട്ടിയാണ്. സ്വന്തം അച്ഛൻ്റെ മടിയിലൊന്ന് കയറിയിരിക്കാൻ വേണ്ടി നടത്തിയ ശ്രമമാണ്. ആക്ഷേപിച്ച് ഇറക്കി വിട്ടു. ഈ അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കണമെങ്കിൽ എൻ്റെ വയറ്റിൽ ജനിക്കണം എന്ന് സുരുചി പറയണു. ആലോചിച്ച് നോക്കുക ആ കുട്ടിയുടെ കഥ. പക്ഷേ അതിനെന്താ വേണ്ടത് ചോദിക്കുമ്പോൾ പറഞ്ഞു, ഭഗവാനെ തപസ് ചെയ്ത് ഭഗവാന്റെ അനുഗ്രഹം മേടിച്ച് ഈ ഉദരത്തിൽ, എൻ്റെ ഉദരത്തിൽ ജനിക്കൂ എന്ന് സുരുചി പറയുകയാണ്. ആ കുട്ടി അവിടെ നിന്ന് ഇറങ്ങി പുറപ്പെട്ട് സാക്ഷാൽ ഭഗവാന്റെ അടുത്തേക്ക് പുറപ്പെടുകയാണ്. ഭഗവാനെ തപസ് ചെയ്യാൻ പോവുകയാണ്. കാട്ടിൽ വെച്ച് ശ്രീനാരദ മഹർഷി ആ കുട്ടിയെ കണ്ടെത്തണു. ഉണ്ണി വിഷമിക്കൊന്നും വേണ്ട, ഞാൻ അവിടെ കൊണ്ടാക്കാന്നൊക്കെ പറഞ്ഞ മനോഹരമായിട്ടുള്ള കഥയാണ്. അച്ഛൻ്റെ മടി കയറിയിരുന്നാൽ പോരാ, എനിക്ക് ഭഗവാനെ കാണണം എന്ന് പറയുന്ന ആ കുട്ടിയുടെ മുമ്പിലുള്ള ആ വൈരാഗ്യം കണ്ട് ആ കുട്ടിക്ക് വേണ്ട ഉപദേശം കൊടുത്ത് സന്യാസത്തിലേക്ക് പറഞ്ഞയക്കുന്ന അതിഗംഭീരമായിട്ടുള്ള കഥയാണ് ഫെബ്രുവരി 1-ാം തീയതി. പിന്നെ പുരഞ്ജനൻ്റെ കഥയാണ്. അനവധി സ്ഥലങ്ങളിൽ വീട് വെക്കാൻ നടന്ന ഒരാൾ ആ വീട് വെക്കാൻ പോയി അവസാന ഒരു സ്ഥലത്ത് വീട് വെക്കാൻ പുറപ്പെടണമൊക്കെയുള്ള കഥ. അവസാനം കേട്ട് കഴിയുമ്പോൾ മനസ്സിലാവും ഈ പുരഞ്ജനൻ നമ്മൾ തന്നെയാണെന്ന്. ഈ പുരഞ്ജനൻ്റെ കഥ ഓരോ ജീവൻ്റെയും കഥയാണെന്ന്, ഓരോ ജീവാത്മാക്കളുടെയും കഥയാണെന്ന്. ഒരുപാട് തത്വചിന്തകളിലേക്ക് ഒരു ലളിതമായ കഥാഖ്യാനത്തിലൂടെ ഭക്തന്മാരുടെ മനസ്സിനെ യാത്ര ചെയ്യിക്കുന്ന മനോഹരമായ പുരഞ്ജനൻ്റെ കഥ. ഇതാണ് ഫെബ്രുവരി 1-ാം ദിവസത്തിലെ സത്രവേദിയിലുള്ള പ്രധാന കഥകൾ.